ദൈവാധീനം. അതേതായാലും രക്ഷപ്പെട്ടു. 4 പാസ് നേരത്തെ എത്തിച്ചു കൊടുക്കണം. അതും ബംഗ്ലാവിൽ എത്തിച്ചു കൊടുക്കണം. അങ്ങനെ ചെയ്താൽ പുള്ളിക്കാരൻ ഭാര്യയോടും മക്കളോടും കൂടി വന്നിരുന്ന് നമ്മുടെ നാടകം കണ്ട് ശരിക്കൊന്ന് വിമർശിച്ചു തരാത്രേ. ചെല്ലപ്പനെ പാർട്ടിയെ പിടികിട്ടിയോ? നമ്മുടെ ഫ്യൂസിന്റെ ആളായിരിക്കും. പുള്ളിക്കാരൻ വിമർശനത്തിന്റെ ഒരു കാലന. നമ്മുടെ കഴിഞ്ഞ നാടകം ഒന്ന് വിമർശിച്ചിരുന്നു. എന്തിനു വേണ്ടി ഈ നാടകം എഴുതി? എന്തോ ഈ നാടകം എന്തിനു വേണ്ടി എഴുതി? ഈ നാടകം കണ്ടിട്ട് നിങ്ങൾക്ക് എന്ത് വികാരം തോന്നി? എനിക്കൊരു വികാരം തോന്നിയില്ല. അതാണ് അവസാനത്തെ വാചകം. മനുഷ്യനെ മരം കൊണ്ടുണ്ടാക്കിയെടുത്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ഇപ്പൊ നമുക്ക് വല്ലതും ചെയ്യാൻ നോക്കൂ. വിട്ടുകളാ, അതിന് മറുപടി എഴുതണ്ട. ഒരുത്തൻ നമ്മുടെ ബുക്കിംഗ് ഏജന്റായിട്ട് നമ്മളെ സേവിച്ചോളാവുന്നു. ഇന്നത്തെ നാടകങ്ങളുടെ സ്റ്റാൻഡേർഡ് കളഞ്ഞു വിളിച്ചത് തന്നെ ഏജന്റുമാരൊക്കെ കൂടിയാണ്. എന്ത് തല്ലിപ്പൊളിയാണെങ്കിലും ഓടി നടന്ന് ബുക്ക് ചെയ്തോളൂ. അവന്മാർ കമ്മീഷനും കിട്ടും, ഉത്സവക്കാർക്ക് ഉറക്കവും നിൽക്കും. ഏതായാലും ആ ഏർപ്പാട് നമ്മളെ കിട്ടിയാലും തീർത്തരികയാണ്. അവളുമാരൊക്കെ ഒന്ന് വേഗം ഇറങ്ങാൻ പറ. എല്ലാരും എത്തിയോ? കൊല്ലപ്പള്ളി ഇതുവരെ കണ്ടില്ല. ഓ, വലിയ നടനാണല്ലോ. താമസിച്ചെത്തിയില്ലെങ്കിൽ മോശമായിരിക്കും.